നമുക്കിന്ന് ന്യൂഡ് സ്റ്റൈലിൽ ഐ മേക്കപ്പ് ചെയ്യാം കേട്ടോ. ഓൾറെഡി ഞാൻ ഒരെണ്ണത്തിൽ ചെയ്തിട്ടുണ്ട്, ഈ ഐയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. മറ്റേത് നമുക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം എപ്പോഴും പാലറ്റിൽ ബേസ് ഷെയ്ഡ് എടുക്കുക. ഈ പാലറ്റ് സിസ് ബ്യൂട്ടിയുടേതാണ് കേട്ടോ. സിസ് ബ്യൂട്ടിയുടെ ന്യൂഡ് പാലറ്റാണ്. 280 റുപ്പീസൊക്കെ വരുന്നുള്ളൂ. എപ്പോഴും നമ്മൾ ബേസ് മാക്സിമം കവർ ചെയ്ത് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. എല്ലാ ഏരിയയും കവർ ചെയ്യാം, മുഴുവൻ ഏരിയയും കവർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്യുവാണ്. നമ്മൾ ലിഡിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് മുകളിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് എപ്പോഴും ഈ ഒരു ഗ്യാപ്പ് വേണം പിടിക്കാനായിട്ട്, ഐ മേക്കപ്പിന് പ്രത്യേകിച്ച് ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരിയും കൂടെ ഷെയ്ഡ് വേണം എന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് ഷെയ്ഡ് എടുക്കുക. വളരെ ലൈറ്റായിട്ട് ഓക്കെ. ഇനി നമുക്ക് ഒന്ന് ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലൈനർ എപ്പോഴും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ലാഷ് ലൈനോട് കൂടെ ചേർത്ത് അപ്ലൈ ചെയ്യണം കേട്ടോ. ബിക്കോസ് നമ്മൾ നോഡ് മേക്കപ്പാണ് ചെയ്യണം, അപ്പോൾ ഒരുപാട് മേളിലേക്ക് വേണമെന്നില്ല. അതുപോലെ തന്നെ കാജൽ നമ്മളെപ്പോഴും സ്മഡ്ജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ ലൈറ്റായിട്ട് മതി, ഒത്തിരി ഹെവി വേണ്ട. അതിലേക്ക് നമ്മൾ നേരത്തെ കൊടുത്ത ഷെയ്ഡ് ഉണ്ടല്ലോ, അതിന് മുകളിൽ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഐ ഷാഡോ സെയിം ഷെയ്ഡ് നമ്മൾ മുകളിൽ ഏറ്റവും അവസാനം കൊടുത്ത ഷെയ്ഡ് ഒന്ന് കാജലിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഭയങ്കര നാച്ചുറലായിട്ടായിരിക്കും നമുക്ക് വരുന്നത്. ഇനി നിങ്ങൾക്ക് ലൈനർ കുറച്ച് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. കൂടുതലും ഉള്ളിലായിട്ട് എടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. പിന്നെ അതുപോലെ തന്നെ മസ്കാര അതുപോലെ പ്രോപ്പറായിട്ട് മുകളിലേക്ക് ഒരു 5 to 6 ടൈംസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലോവർ ലാഷ് അതുപോലെ ജസ്റ്റ് ഒന്ന് താഴേക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ഐ മേക്കപ്പ് ചെയ്ത് നോക്കുക. നമുക്കൊരു ന്യൂഡ് മേക്കപ്പൊക്കെ വേണമെന്നുള്ളവർക്ക് സൂപ്പർബായിരിക്കും കേട്ടോ.